ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA തേർഡ് സെമ്മിൻ്റെ ഹ്യൂമാനിസം ആൻഡ് ലോജിക് എന്ന പേപ്പറിൽ രണ്ടാമത്തെ ബ്ലോക്കിൽ മൂന്നാമത്തെ യൂണിറ്റാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക, ഷെയർ ചെയ്യുക. ഓക്കെ. അതുപോലെ പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരുന്നു. ആവശ്യമുള്ളവർ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. വിവിധ സബ്ജക്റ്റുകളുടെ നോട്ട്സുകളുണ്ട്, പെയ്ഡാണ്, മലയാളത്തിലുള്ള നോട്ട്സാണ്. അപ്പോൾ വാട്സപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം കേട്ടോ. ഓക്കെ. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകാം. മൂന്നാമത്തെ യൂണിറ്റിൻ്റെ പേര് ലോജിക് ആൻഡ് ലാംഗ്വേജ് എന്നാണ്, തന്ത്രവും ഭാഷയുമാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വരുന്നത് വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ലോജിക് എന്നാണ്. തർക്കശാസ്ത്രത്തിൽ ഭാഷയുടെ പ്രാധാന്യം എന്താണെന്നാണ്. ഉത്തരം ചിന്തകളും വാദങ്ങളും പ്രകടിപ്പിക്കുന്നതിനും ആശയവിനിമയം സാധ്യമാക്കുന്നതിനുമുള്ള പ്രാഥമിക മാധ്യമമാണ് ഭാഷ. യുക്തിസഹമായ വാദങ്ങളുടെ സാധുതയും കൃത്യതയും ഭാഷയുടെ വ്യക്തവും സ്പഷ്ടവുമായ ഉപയോഗത്തെ വളരെയധികം ആശ്രയിച്ചിരിക്കുന്നു. ഭാഷ അനുചിതമായോ അപ്രായോഗികമായോ ഉപയോഗിക്കുകയാണെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്കും തെറ്റായ നിഗമനങ്ങൾക്കും യുക്തിവാദത്തിലെ വീഴ്ചകൾക്കും കാരണമായേക്കും. വാദങ്ങൾ വിലയിരുത്തുന്നതിനും കൃത്യമായ അനുമാനങ്ങളിൽ എത്തിച്ചേരുന്നതിനും ബന്ധപ്പെട്ട ഒരു ശാഖ എന്ന നിലയിൽ ആ വാദങ്ങൾ രൂപപ്പെടുത്തുന്നതിലും ആവിഷ്കരിക്കുന്നതിലും ഭാഷയുടെ നിർണായക പങ്ക് അവഗണിക്കാൻ ലോജിക്കിന് അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിന് കഴിയില്ല. ആധാരവാക്യങ്ങൾ എങ്ങനെ പ്രസ്താവിക്കണമെന്നും നിഗമനങ്ങൾ എങ്ങനെ ഉരുത്തിരിയുമെന്നുമുള്ളത് അടിസ്ഥാനപരമായിട്ട് ഭാഷയുടെ രൂപം, ഘടന എന്നിവയെ ആശ്രയിച്ചാണുള്ളത്. ഇത് യുക്തിസഹമായ വിശകലനത്തിന് ഭാഷയുടെ വ്യക്തവും കൃത്യവുമായ ഉപയോഗം അത്യന്താപേക്ഷിതമാക്കി തീർക്കുകയും ചെയ്യും. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് ഹൗ ക്യാൻ ഇൻകറക്റ്റ് യൂസ് ഓഫ് ലാംഗ്വേജ് ലെഡ് ടു ഫല്ലാസീസ് എന്ന്. അതായത് ഭാഷയുടെ തെറ്റായ ഉപയോഗം എങ്ങനെയാണ് തെറ്റിദ്ധാരണയിലേക്ക് നയിക്കുന്നത് എന്നാണ്. ഭാഷയുടെ തെറ്റായ ഉപയോഗം പല വിധത്തിലെ യുക്തിചിന്തയിലെ പിശകുകളിലേക്കും തെറ്റിദ്ധാരണകളിലേക്കും നയിക്കും. ഒരു വാക്കിനോ വാചകത്തിനോ ഒന്നിലധികം അർത്ഥങ്ങൾ സൃഷ്ടിക്കുന്ന അവ്യക്തത, വ്യത്യസ്ത അർത്ഥങ്ങൾ അതുപോലെ ആ അർത്ഥങ്ങളെ നമ്മൾ കൂട്ടിക്കുഴയ്ക്കുമ്പോൾ സംഭവിക്കുന്ന പലവിധ അബദ്ധങ്ങൾക്കും കാരണമാകും. ഒരു പദത്തിൻ്റെ കൃത്യമല്ലാത്ത പ്രയോഗം അനാവശ്യ അനുമാനങ്ങളുടെ അബദ്ധങ്ങളിലേക്ക് നയിക്കും. അവ്യക്തമായ ഭാഷാ ഉപയോഗം അല്ലെങ്കിൽ ഫല്ലാസി ഓഫ് കോമ്പോസിഷൻ എന്ന് പറയും കേട്ടോ, ഫല്ലാസി ഓഫ് ഡിവിഷൻ എന്നിവയ്ക്ക് കാരണമാകും. അവിടെ ഭാഷാശകലങ്ങളുടെ സവിശേഷതകൾ പൂർണ്ണ ഭാഷയുടേതായിട്ട് തെറ്റിദ്ധരിക്കപ്പെടും. കൂടാതെ വൈകാരികമോ ആകർഷിക്കുന്നതോ ആയ ഭാഷ വൈകാരിക അബദ്ധങ്ങൾക്ക് കാരണമാകും. അവിടെ വാദങ്ങൾ യുക്തിചിന്തനത്തെക്കാൾ വികാരങ്ങൾ ഉത്തേജിപ്പിക്കുന്നതിനുള്ള ഒരു അടിസ്ഥാന സാധ്യതയാണ് ഉള്ളത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ്. ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന്. ആൻസർ മനുഷ്യൻ്റെ ആശയവിനിമയത്തിലും ആവിഷ്കാരത്തിലും ഭാഷ നിരവധി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. വസ്തുതാപരമായ വിവരങ്ങൾ കൈമാറുന്നതിനും യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നതിനും ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ കഴിയുന്ന പ്രസ്താവനകൾ നടത്തുന്നതിനും ഭാഷ ഉപയോഗിക്കുന്നു. ഇത് ഭാഷയുടെ ഇൻഫോർമാറ്റീവ് ഉപയോഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. വികാരങ്ങൾ, വിചാരങ്ങൾ, ആത്മനിഷ്ഠമായ അനുഭവങ്ങൾ എന്നിവ ഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ ഭാഷാവിഷ്കാരം അല്ലെങ്കിൽ എക്സ്പ്രസീവ് ഫങ്ഷൻ വ്യക്തികളെ അനുവദിക്കുന്നു. മറ്റുള്ളവരോട് ആജ്ഞാപിക്കാനും അഭ്യർത്ഥിക്കാനും അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ നിർദ്ദേശിക്കാനുമുള്ള ഭാഷയുടെ ഉപയോഗം ഭാഷയുടെ നിർദ്ദേശകമായ ഉപയോഗത്തിൽ അല്ലെങ്കിൽ ഡയറക്റ്റീവ് ഫങ്ഷൻസിലാണ് ഉൾപ്പെടുന്നത്. അഭിവാദ്യങ്ങൾ ഭാഷയുടെ ആചാരപരമായ ഉപയോഗത്തിൽ അല്ലെങ്കിൽ സെറിമോണിക്കൽ ഫങ്ഷനിൽ ഉൾപ്പെടുന്നു. വാഗ്ദാനങ്ങൾ, പ്രഖ്യാപനങ്ങൾ അല്ലെങ്കിൽ ക്ഷമാപണം പോലുള്ള നിർദ്ദിഷ്ട പ്രവർത്തനങ്ങൾ നിർവഹിക്കാൻ ഭാഷ ഉപയോഗിക്കുന്നത് ഭാഷയുടെ പ്രകടനാത്മകമായ ഉപയോഗത്തിൽ അല്ലെങ്കിൽ പെർഫോമാറ്റീവ് ഫങ്ഷനിൽ ഉൾപ്പെടും. അപ്പോൾ വിവിധ തരത്തിലുള്ള ഉപയോഗങ്ങൾ എന്തിനുണ്ട്? ഭാഷയ്ക്ക് ഉണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ് വൈ ഈസ് ഇമോട്ടീവ്ലി നാച്ചുറൽ ലാംഗ്വേജ് ഇമ്പോർട്ടൻ്റ് ഇൻ ലോജിക്. യുക്തിയിൽ വൈകാരികമായി നിഷ്പക്ഷ ഭാഷ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എന്നാണ്. അതിൻ്റെ ആൻസർ വൈകാരികത തൊട്ടു തീണ്ടാത്ത ഭാഷ ലോജിക്കിൽ അത്യന്താപേക്ഷിതമാണ്. കാരണം അതാണ് വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ യുക്തിചിന്തനത്തെ അല്ലെങ്കിൽ റീസണിങ്ങിനെ സാധ്യമാക്കുന്നത്. വൈകാരിക അപേക്ഷകൾ, പ്രേരിത ഭാഷ, വൈകാരിക ആവിഷ്കാരങ്ങൾ, പ്രകടനങ്ങൾ എന്നിവയ്ക്ക് വാദങ്ങളുടെ യുക്തിക്കനുസൃതമായ വിശകലനത്തിലേക്ക്, അതുപോലെ പക്ഷപാതം, വിധേയത്വം, പ്രസക്തമായ പരിഗണനകൾ എന്നിവയെ അവതരിപ്പിക്കാനും കഴിയും. യുക്തി, തെളിവ്, ആധാരവാക്യങ്ങളുടെയും നിഗമനങ്ങളുടെയും യുക്തിസഹമായ ഘടന എന്നിവയെ അടിസ്ഥാനമാക്കി വാദങ്ങളുടെ
സാധുതയും കൃത്യതയും വിലയിരുത്താൻ നമുക്ക് കഴിയും. വൈകാരിക പ്രേരിതമായ ഭാഷയ്ക്ക് യുക്തിസഹമായ ഘടനയെ മറക്കാനും യുക്തിപരമായ തത്വങ്ങളെക്കാൾ വൈകാരിക അപേക്ഷകളെ അടിസ്ഥാനമാക്കിയുള്ള തെറ്റായ ന്യായവാദത്തിലേക്ക് നയിക്കാനും കഴിയും. വൈകാരികമല്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ യുക്തിചിന്തനത്തിന് ആത്മനിഷ്ഠമായ വികാരങ്ങളെ സ്വാധീനമില്ലാതെ തന്നെ മുന്നോട്ട് പോകാൻ കഴിയും. വാദങ്ങളെ വ്യക്തവും നിഷ്പക്ഷവുമായി പരിശോധന നടത്താൻ ഇത് നമ്മെ സഹായിക്കുന്നു. ഇനി അതിൻ്റെ ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റിപ്പുലേറ്റീവ് ആൻഡ് ലെക്സിക്കൽ ഡെഫിനിഷൻസ്? സ്റ്റിപ്പുലേറ്റീവും ലെക്സിക്കൽ എന്ന് വെച്ചാൽ നിർദ്ദിഷ്ട നിർവചനങ്ങളും നിഘണ്ടു നിർവചനങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്നാണ്. ആൻസർ നിർദ്ദിഷ്ടം അല്ലെങ്കിൽ സ്റ്റിപ്പുലേറ്റീവ് നിഘണ്ടുപരവും അല്ലെങ്കിൽ ലെക്സിക്കൽ നിർവചനങ്ങൾ വ്യത്യസ്ത ഉദ്ദേശങ്ങളാണ് നിറവേറ്റുന്നത്. രണ്ടിനും വ്യത്യസ്ത സ്വഭാവ സവിശേഷതകളുമുണ്ട്. നിർദ്ദിഷ്ട നിർവചനം ഒരു പദത്തിന് നൽകിയിരിക്കുന്ന ഒരു പുതിയ അർത്ഥമാണ്. പലപ്പോഴും സൗകര്യത്തിനോ അതുപോലെ രഹസ്യാത്മകതയ്ക്ക് വേണ്ടിയിട്ടോ ഒക്കെ നമ്മൾ ആവിഷ്കാരത്തിൻ്റെ പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത്. ഈ നിർവചനത്തെക്കുറിച്ച് ശരിയെന്നോ തെറ്റെന്നോ പറയാൻ കഴിയില്ല. മറിച്ച് നിർവചിച്ച രീതിയിൽ ഈ പദം ഉപയോഗിക്കാനുള്ള നിർദ്ദേശമോ സൂചനയോ ആണത് നൽകുന്നത്. ഇതിന് വിപരീതമായിട്ട് നിഘണ്ടു നിർവചനം ഈ പദത്തിൻ്റെ സ്ഥാപിതവും പൊതുവായി അംഗീകരിക്കപ്പെട്ടതുമായ ഉപയോഗത്തെയാണ് കുറിക്കുന്നത്. ഭാഷ സംസാരിക്കുന്നവർ ഈ പദം യഥാർത്ഥത്തിൽ എങ്ങനെ ഉപയോഗിക്കുന്നുവെന്ന് മനസ്സിലാക്കാൻ നമ്മെ സഹായിക്കുന്നു. പദത്തിൻ്റെ പരമ്പരാഗത അർത്ഥത്തെ കൃത്യമായിട്ട് പ്രതിനിധീകരിക്കുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ച് നിഘണ്ടു നിർവചനങ്ങൾ ശരിയോ തെറ്റോ ആകാം. നിർദ്ദിഷ്ട നിർവചനങ്ങൾ പുതിയ അർത്ഥങ്ങൾ അവതരിപ്പിക്കുമ്പോൾ നിഘണ്ടു നിർവചനങ്ങൾ പദങ്ങളുടെ നിലവിലുള്ള അർത്ഥങ്ങളെ വിവരിക്കുകയും ചെയ്യും. ഇനി ഒരു ക്വസ്റ്റ്യനാണ്, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് പ്രിസൈസിങ് ഡെഫിനിഷൻസ്? നിർവചനങ്ങൾ മുൻകൂട്ടി നിശ്ചയിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നാണ്. ഒരു പദത്തിൻ്റെ അർത്ഥത്തിൻ്റെ അവ്യക്തത കുറയ്ക്കുകയും അതിന് കൂടുതൽ വ്യക്തതയും കൃത്യതയും നൽകുകയും ചെയ്യുക എന്നതാണ് പ്രിസൈസിങ് നിർവചനങ്ങളുടെ ലക്ഷ്യം. ഈ സാഹചര്യങ്ങളിൽ ഒരു പദം പ്രയോഗിക്കണമോ എന്നതിനെക്കുറിച്ച് അതിർവരമ്പുകൾ ഇല്ലാതാകുമ്പോഴോ അല്ലെങ്കിൽ അനിശ്ചിതത്വങ്ങൾ ഉണ്ടാകുമ്പോഴോ ആണ് അവ്യക്തത ഉണ്ടാകുന്നത്. പദത്തിൻ്റെ പ്രയോഗത്തിന് കൂടുതൽ കൃത്യമായ മാനദണ്ഡങ്ങളോ അതിരുകളോ സ്ഥാപിച്ചുകൊണ്ട് ഈ അവ്യക്തത മറികടക്കാൻ പ്രിസൈസിങ് നിർവചനങ്ങൾ ലക്ഷ്യമിടുന്നു. തികച്ചും പുതിയ അർത്ഥങ്ങൾ പരിചയപ്പെടുത്തുന്ന നിർദ്ദിഷ്ട നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അവ്യക്തതകൾ ഇല്ലാതാക്കിയും അതിർവരമ്പുകൾ വ്യതിരിക്തമാക്കിയും ഒരു പദത്തിൻ്റെ നിലവിലുള്ള ഉപയോഗത്തെ പ്രിസൈസിങ് നിർവചനങ്ങൾ നിർമ്മിക്കുകയും പരിഷ്കരിക്കുകയും ചെയ്യും. ഇനി വാട്ട് ആർ ദ തിയററ്റിക്കൽ ഡെഫിനിഷൻസ്? എന്താണ് സൈദ്ധാന്തിക നിർവചനങ്ങൾ എന്നാണ്. പ്രത്യേക സൈദ്ധാന്തിക ചട്ടക്കൂടിൻ്റെയോ ദാർശനിക വീക്ഷണത്തിൻ്റെയോ സന്ദർഭത്തിൽ ഒരു ആശയത്തിൻ്റെ സത്ത അല്ലെങ്കിൽ അടിസ്ഥാന സ്വഭാവം വ്യക്തമാക്കി തരുന്ന നിർവചനങ്ങളാണ് സൈദ്ധാന്തിക നിർവചനങ്ങൾ. ഒരു പദം സൂചിപ്പിക്കുന്ന വസ്തുക്കളെക്കുറിച്ചോ പ്രതിഭാസങ്ങളെക്കുറിച്ചോ സമഗ്രവും സൈദ്ധാന്തികവുമായി അടിത്തറയുള്ളതുമായ ധാരണ നൽകാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഒരു പദത്തിൻ്റെ അർത്ഥവും പ്രയോഗവും സംബന്ധിച്ച് പണ്ഡിതന്മാർ, തത്വചിന്തകർ, ശാസ്ത്രജ്ഞർ എന്നിവർക്കിടയിൽ തർക്കങ്ങളോ അഭിപ്രായ വ്യത്യാസങ്ങളോ ഉണ്ടാകുമ്പോൾ സൈദ്ധാന്തിക നിർവചനങ്ങൾ പലപ്പോഴും ഉയർന്നു വരും. ഒരു ഉദാഹരണത്തിന് നീതി, അറിവ് അല്ലെങ്കിൽ ഊർജം തുടങ്ങിയ ആശയങ്ങളുടെ സൈദ്ധാന്തിക നിർവചനങ്ങളെക്കുറിച്ചുള്ള സംവാദങ്ങൾ വ്യത്യസ്ത ദാർശനിക ശാസ്ത്രീയ സിദ്ധാന്തങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ നിർവചനങ്ങൾ ഒരു പദത്തിൻ്റെ അർത്ഥം അടിസ്ഥാന സൈദ്ധാന്തിക അനുമാനങ്ങളുമായിട്ടും തത്വങ്ങളുമായും പൊരുത്തപ്പെടുന്ന രീതിയിൽ ആവിഷ്കരിക്കാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി വാട്ട് ആർ ദ പെർസ്വേസീവ് ഡെഫിനിഷൻസ്? പ്രേരക നിർവചനങ്ങൾ എന്താണ് എന്നാണ്. അതായത് നിഷ്പക്ഷമോ വസ്തുനിഷ്ഠമോ ആയ നിർവചനം നൽകുന്നതിന് പകരം മനോഭാവങ്ങൾ, വികാരങ്ങൾ അല്ലെങ്കിൽ വിശ്വാസങ്ങൾ എന്നിവയെ സ്വാധീനിക്കുന്ന അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുക എന്ന പ്രാഥമിക ഉദ്ദേശത്തോടെയാണ് പ്രേരക നിർവചനങ്ങൾ രൂപപ്പെടുന്നത്. വായനക്കാരനെ അല്ലെങ്കിൽ ശ്രോതാവിനെയോ ഒരു പ്രത്യേക വീക്ഷണത്തിലേക്കോ സ്ഥാനത്തേക്കോ നയിക്കാൻ പലപ്പോഴും വൈകാരിക ഭാഷ, നേരത്തെ പറഞ്ഞല്ലോ എന്താണെന്ന്, അർത്ഥഗർഭമായ പദങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട്. രാഷ്ട്രീയ വ്യവഹാരം, പരസ്യം, പ്രത്യയശാസ്ത്ര സംവാദങ്ങൾ എന്നിവയിൽ പ്രേരക നിർവചനങ്ങൾ സാധാരണയായിട്ട് കാണപ്പെടുന്നുണ്ട്. അവിടെ പൊതുജനാഭിപ്രായം രൂപപ്പെടുത്തുകയോ സ്വാധീനിക്കുകയോ ഒരു നിർദ്ദിഷ്ട അജണ്ട പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുക എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. വ്യക്തത, കൃത്യത അല്ലെങ്കിൽ സൈദ്ധാന്തിക അടിത്തറ എന്നിവ ലക്ഷ്യമിടുന്ന മറ്റു തരത്തിലുള്ള നിർവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പ്രേരക നിർവചനങ്ങൾ നിർവചനത്തിൻ്റെ വസ്തുനിഷ്ഠമായ കൃത്യതയെക്കാളും നിഷ്പക്ഷതയെക്കാളും വസ്തുനിഷ്ഠ സ്വാധീനത്തിനാണ് മുൻഗണന നൽകുന്നത്. ഇനി ഹൗ ക്യാൻ ഡെഫിനിഷൻസ് ഹെൽപ്പ് എലിമിനേറ്റ് ആംബിഗ്വിറ്റീസ്? അതായത് അവ്യക്തതകൾ ഇല്ലാതാക്കാൻ നിർവചനങ്ങൾ എങ്ങനെ സഹായിക്കും? അവ്യക്തതകൾ ഇല്ലാതാക്കാൻ നിർവചനങ്ങൾ പല വിധത്തിൽ സഹായിക്കുന്നുണ്ട്. ഒന്നാമതായിട്ട് പദങ്ങൾക്ക് വ്യക്തവും കൃത്യവുമായ അർത്ഥങ്ങൾ നൽകുന്നതിലൂടെ നിർവചനങ്ങൾ ഒരേ വാക്കിൻ്റെയോ വാചകത്തിൻ്റെയോ തെറ്റായ വ്യാഖ്യാനത്തിനോ ഒന്നിലധികം വ്യാഖ്യാനങ്ങൾക്കോ ഉള്ള സാധ്യത കുറക്കും.
രണ്ടാമതായിട്ട് നിർവചനങ്ങൾക്കൊരു പദത്തിൻ്റെ പ്രയോഗത്തിനുള്ള അതിരുകളും മാനദണ്ഡങ്ങളും സ്ഥാപിക്കാനും അതിർവരമ്പുകളെക്കുറിച്ചുള്ള അവ്യക്തതയും അതുപോലെ അനിശ്ചിതത്വങ്ങളും പരിഹരിക്കാനും കഴിയും. കൂടാതെ നിർവചനങ്ങൾക്കൊരു പദത്തിൻ്റെ വ്യത്യസ്ത സ്വഭാവങ്ങളോ ഉപയോഗങ്ങളോ തമ്മിൽ വേർതിരിച്ചെടുക്കാനും കഴിയും. ഇത് വ്യത്യസ്ത അർത്ഥങ്ങൾ കൂട്ടിക്കുഴയ്ക്കുമ്പോഴുണ്ടാകുന്ന തെറ്റിദ്ധാരണകളെ തടയുന്നു. കൂടാതെ അവ്യക്തമായ ഭാഷയ്ക്ക് പകരമായി നിർദ്ദിഷ്ട നിർവചനങ്ങൾക്ക് പുതിയതോ സ്പഷ്ടവുമായ പദങ്ങൾ അവതരിപ്പിക്കാനും കഴിയും. വാദങ്ങളെയോ നിഗമനങ്ങളെയോ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ള സംശയങ്ങൾക്ക് സാധ്യത കുറയ്ക്കുകയും അതിലൂടെ നിർവചനങ്ങൾ ഫലപ്രദമായ ആശയവിനിമയവും യുക്തിചിന്തനവും സുഗമമാക്കുകയും ചെയ്യുന്നു. ഇനിയൊരു ക്വസ്റ്റ്യനാണ്, വൈ ഈസ് ഇറ്റ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിങ്ക്വിഷ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഓഫ് ലാംഗ്വേജ് ഇൻ ലോജിക്? യുക്തിയിൽ ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ തമ്മിൽ വേർതിരിച്ചറിയേണ്ടത് പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട് എന്നാണ്. ആൻസർ, ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ വേർതിരിച്ചറിയുന്നത് ലോജിക്കിൽ അല്ലെങ്കിൽ തന്ത്രത്തിൽ പ്രധാനമാണ്. കാരണം ലോജിക്ക് പ്രധാനമായിട്ട് അല്ലെങ്കിൽ പ്രാഥമികമായി വിവരാധിഷ്ഠിത പ്രസ്താവനകളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇൻഫോർമാറ്റീവ് പ്രസ്താവനകൾ എപ്പോഴും ബന്ധത്തിന് അടിസ്ഥാനമാക്കി ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ കഴിയുന്ന പ്രസ്താവനകളാണ്. ആവിഷ്കാരവും നിർദ്ദേശപരവും ആചാരപരവും പ്രകടനപരവുമായ ഭാഷയുടെ മറ്റു പ്രവർത്തനങ്ങളെക്കുറിച്ച് നമുക്ക് തെറ്റോ ശരിയോ എന്ന് പറയാൻ കഴിയില്ല. മാത്രവുമല്ല, അവ യുക്തിസഹമായ അനുഭവങ്ങൾ നേരിട്ട് പ്രസക്തവുമല്ല. ഭാഷയുടെ ഈ പ്രവർത്തനങ്ങളെ ഇൻഫോർമാറ്റീവ് പ്രവർത്തനത്തിൽ നിന്നും വേർതിരിക്കുന്നതിൽ പരാജയപ്പെടുന്നത് നമ്മെ തെറ്റായ വാദങ്ങളിലേക്കോ അസാധുവായ നിഗമനങ്ങളിലേക്കോ നയിക്കും. ഒരു ഉദാഹരണത്തിന്, ഒരു വൈകാരിക പ്രസ്താവനയെ ഒരു ഇൻഫോർമാറ്റീവ് പ്രസ്താവനയുമായി പരിഗണിക്കുന്നത് യുക്തിക്ക് പകരം വികാരത്തിന് അടിമപ്പെടുന്ന അബദ്ധമാണ്. അതുപോലെ ഒരു നിർദ്ദിഷ്ട പ്രസ്താവനയെ ഇൻഫോർമാറ്റിക് പ്രസ്താവനയുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നത് സത്യത്തെയും മിഥ്യയെയും തെറ്റായി വിലയിരുത്തുന്നതിലേക്കും നയിക്കും. ഭാഷയുടെ മറ്റു ഉപയോഗങ്ങളും പ്രവർത്തനങ്ങളും നിന്ന് ഇൻഫോർമാറ്റീവ് പ്രവർത്തനം വ്യക്തമായി നിർവചിക്കാൻ കഴിയും. യുക്തിസഹമായ വിലയിരുത്തലിന് അനുയോജ്യമായ പ്രസ്താവനകളിലും വാദങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിച്ച് യുക്തിസഹമായ വിശകലനം വഴി തെറ്റിദ്ധാരണകളും നിർവ്യാഖ്യാനങ്ങളും ഒഴിവാക്കാനും കഴിയും. ഇനി ഇതേ ക്വസ്റ്റ്യൻസ് തന്നെ, ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ക്വസ്റ്റ്യൻസ് തന്നെ നിങ്ങളോട് പാരഗ്രാഫായിട്ട് ചോദിക്കുമ്പോൾ നമ്മളതിൽ കുറച്ചുകൂടി ഒന്ന് ചേർത്ത് എഴുതുക മാത്രമേ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ നമുക്കടുത്തത് ഡിസ്കസ് ദ എക്സ്പ്രസീവ് ഫംഗ്ഷൻ ഓഫ് ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് റിലേഷൻ ടു ലോജിക്കാണ്. ഭാഷയുടെ ആവിഷ്കാരപരമായ പ്രവർത്തനവും തർക്കശാസ്ത്രവുമായുള്ള അതിൻ്റെ ബന്ധവും ചർച്ച ചെയ്യാം. ആൻസർ, വികാരങ്ങൾ, അനുഭൂതികൾ, സങ്കടങ്ങൾ എന്നിവ പ്രകടിപ്പിക്കുന്നതിന് ഭാഷയുടെ ആവിഷ്കാര തലത്തിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രവർത്തനത്തിൽ ഉൾപ്പെടും. ഉദാഹരണത്തിന് ഭയങ്കരം അല്ലെങ്കിൽ അതിശയകരം അല്ലെങ്കിൽ ഓ എന്നൊക്കെ പറയില്ലേ, എന്തൊരു ഗംഭീരമായ മത്സരം അല്ലേ. ഇങ്ങനെയുള്ള പ്രയോഗങ്ങൾ വസ്തുതാപരമായ വിവരങ്ങൾ കൈമാറാൻ ലക്ഷ്യമിടുന്നില്ല, മറിച്ച് പ്രസംഗകൻ്റെ വൈകാരിക അവസ്ഥയോ ആത്മനിഷ്ഠ അനുഭവമോ അറിയിക്കുക എന്നുള്ളതാണ് അതിലുള്ള പിന്നിലുള്ള സംഭവം. വൈകാരിക ഭാഷ പലപ്പോഴും കവിതയിൽ കാണപ്പെടുന്നു. കവിതയുടെ ഉദ്ദേശം എന്തെങ്കിലും പഠിപ്പിക്കുകയോ അറിയിക്കുകയോ അല്ല, മറിച്ച് വായനക്കാരനിൽ അല്ലെങ്കിൽ ശ്രോതാവിൽ വിവിധ വികാരങ്ങൾ ഉണർത്തുക എന്നതാണ്. വികാരങ്ങൾ സത്യമോ അസത്യമോ അല്ലാത്തതിനാൽ ലോജിക്കിൻ്റെ പശ്ചാത്തലത്തിൽ സത്യത്തിൻ്റെയോ അസത്യത്തിൻ്റെയോ അളവുപോലെ വൈകാരിക ഭാഷയിലേക്ക് പ്രയോഗിക്കുന്നത് അർത്ഥശൂന്യമാണ്. വൈകാരിക ഭാഷ പ്രധാനപ്പെട്ട ആശയവിനിമയ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുണ്ടെങ്കിലും ഇത് യുക്തിചിന്തനത്തിലേക്ക് നേരിട്ടൊരു സംഭാവനയും ചെയ്യുന്നില്ല. ലോജിക്ക് അടിസ്ഥാനപരമായി വസ്തുതാപരമായ പ്രസ്താവനകളുടെയും ആധാരവാക്യങ്ങളുടെ അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളുടെയും സാധുത വിലയിരുത്തുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇനി നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ ഭാഷയുടെ ഡയറക്റ്റീവ് ഫംഗ്ഷൻ അത് നിങ്ങളോട് ചിലപ്പോൾ ഒരു പാരഗ്രാഫിന് വേണ്ടിയിട്ട് ചോദിക്കും. അപ്പോൾ നിങ്ങൾ ആ രീതിക്ക് അതിന് 1-2 സെൻറ്റൻസ് കൂടി അതിലപ്പുറത്ത് കൊടുത്തുകൊണ്ട് എഴുതണം കേട്ടോ. ഇനി മറ്റൊരു ക്വസ്റ്റ്യനാണ്, എക്സ്പ്ലെയിൻ ദ കോൺസെപ്റ്റ് ഓഫ് ഇമോട്ടീവ് നേച്ചർ ലാംഗ്വേജ് ആൻഡ് ഇറ്റ്സ് ഇമ്പോർട്ടൻസ് ഇൻ ലോജിക്കൽ റീസണിങ്. അപ്പോൾ നമ്മൾ നേരത്തെ ഇമോട്ടീവ്ലി നാച്ചുറൽ ഫങ്ഷൻ നമ്മൾ പറഞ്ഞു, അതിന് എന്തുമായുള്ള ബന്ധം പറയണം, ലോജിക്കുമായിട്ടുള്ള ബന്ധം എന്ന് നമ്മൾ പറയണം കേട്ടോ. നോക്കുക, വൈകാരികമായി നിഷ്പക്ഷ ഭാഷ എന്ന ആശയം യുക്തിസഹമായ യുക്തിവാദത്തിൽ അതിൻ്റെ പ്രാധാന്യവുമാണ് നമ്മളോട് ചോദിക്കുന്നത്. വൈകാരികമായ ഭാഷ വ്യക്തിപരമായ നിർദ്ദേശങ്ങൾ, വൈകാരിക അഭ്യർത്ഥനകൾ എന്നിവയിൽ നിന്ന് ഒഴിവായ ഭാഷയാണ് സൂചിപ്പിക്കുന്നത്. വൈകാരിക പ്രതികരണങ്ങൾ ഉളവാക്കുന്നതിന് പകരം വസ്തുതാപരമായ വിവരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വസ്തുനിഷ്ഠവും നിഷ്പക്ഷവുമായ സ്വരമാണ് അതിൻ്റെ സവിശേഷത. അപ്പോൾ യുക്തിചിന്തനത്തിൻ്റെ പശ്ചാത്തലത്തിൽ വസ്തുനിഷ്ഠത നിലനിർത്തുന്നതിനും യുക്തിയെയും തെളിവുകളെയും അടിസ്ഥാനമാക്കിയുള്ള വാദങ്ങളുടെ ഫലപ്രദമായ വിലയിരുത്തൽ സാധ്യമാക്കുന്നതിന് ഈ ഭാഷ അത്യന്താപേക്ഷിതമാണ്. ഭാഷ വൈകാരിക പ്രകടമാക്കുന്നതോ വൈകാരിക ആകർഷണങ്ങൾ നിറഞ്ഞതോ ആകുമ്പോൾ അത് വാദങ്ങളുടെ യുക്തിസഹമായ ഘടനയെ ഇല്ലാതാക്കുകയും പക്ഷപാതങ്ങളെയും പ്രസക്തമായ പരിഗണനകളെയും അവതരിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ അതുപോലെ വൈകാരികമായ നിഷ്പക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ വസ്തുനിഷ്ഠമായ വസ്തുതകൾ, യുക്തിപരമായ തത്വങ്ങൾ, യുക്തിസഹമായ വിശകലനം എന്നിവയെ അടിസ്ഥാനമാക്കി കൃത്യമായ യുക്തിചിന്തനം അല്ലെങ്കിൽ ന്യായവാദം തുടരാൻ നമുക്ക് കഴിയും. വാദങ്ങളെ വിലയിരുത്തുന്നതിൽ നിന്ന് വികാരങ്ങളെ വേർതിരിക്കാൻ ഈ സമീപനം സഹായിക്കുകയും ചെയ്യും. ഇനി എസ്സേ ക്വസ്റ്റ്യനാണ് കേട്ടോ.
Discuss the role of language in logical reasoning and explaining how different functions of language can either facilitate or hinder effective logical analysis എന്നാണ്. അതിൽ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞ ആൻസറുകളിലൊക്കെ വരുന്നതാണ്. എന്തായാലും ഒന്നുകൂടി എസ്സേ എന്ന രീതിയിൽ അതൊന്ന് പറയാം. അതിൻ്റെ മീനിങ് പറഞ്ഞില്ല. യുക്തിസഹമായ യുക്തിചിന്തയിൽ ഭാഷയുടെ പങ്ക് ചർച്ച ചെയ്യുകയും ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ യുക്തിപരമായ വിശകലനത്തെ എങ്ങനെ സുഗമമാക്കാനോ തടസ്സപ്പെടുത്താനോ കഴിയുമെന്നും വിശദീകരിക്കുക എന്നാണ് എസ്സേ ആയിട്ട് വരുന്നത്. അതിൻ്റെ ഉത്തരം: ചിന്തകളും വാദങ്ങളും പ്രകടിപ്പിക്കുന്നതിനും ആശയവിനിമയം നടത്തുന്നതിനുമുള്ള പ്രാഥമിക മാധ്യമമായതിനാൽ താർക്കിക അവലോകനത്തിൽ ഭാഷ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. യുക്തിസഹമായ വാദങ്ങളുടെ സാധുതയും കൃത്യതയും ഭാഷയുടെ കൃത്യവും സ്പഷ്ടവുമായ ഉപയോഗത്തെ ആശ്രയിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഭാഷ അനുചിതമോ അപ്രായോഗികമോ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അത് തെറ്റിദ്ധാരണകൾ, തെറ്റായ നിഗമനങ്ങൾ, ന്യായവാദത്തിലെ വീഴ്ചകൾ എന്നിവയിലേക്ക് നയിക്കും, അല്ലെങ്കിൽ അതിന് കാരണമാകും. ലോജിക്കൽ ഭാഷയുടെ പ്രധാന തലങ്ങളിൽ പ്രവർത്തനങ്ങളിൽ നിന്ന് ഇൻഫോർമാറ്റീവ് തലത്തിലുള്ളതാണ്. വസ്തുതാപരമായ വിവരങ്ങൾ കൈമാറുന്നതിനും യാഥാർത്ഥ്യത്തെ വിവരിക്കുന്നതിനും ശരിയോ തെറ്റോ എന്ന് വിലയിരുത്താൻ കഴിയുന്ന പ്രസ്താവനകൾ നടത്തുന്നതിനും ഭാഷ ഉപയോഗിക്കുന്നത് ഇത്തരം പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുന്നു. ഭാഷയുടെ ഇൻഫോർമാറ്റീവ് തലം അല്ലെങ്കിൽ പ്രവർത്തനം വളരെ പ്രധാനപ്പെട്ടതാണ്. കാരണം ഇത് വാദങ്ങൾ നിർമ്മിക്കാൻ സഹായിക്കുന്ന ആധാരവാക്യങ്ങളും നിഗമനങ്ങളും നൽകുന്നുണ്ട്. വാദങ്ങളുടെ സാധുത വിലയിരുത്തുന്നതിനും ശരിയായ നിഗമനങ്ങളിലെത്തുന്നതിനും വ്യക്തവും കൃത്യവുമായ ഇൻഫോർമാറ്റീവ് പ്രസ്താവനകൾ ആവശ്യമാണ്. എങ്കിലും യുക്തിസഹമായ വിശകലനം സുഗമമാക്കുന്നതോ തടസ്സപ്പെടുത്തുന്നതോ ആയ മറ്റു പ്രവർത്തനങ്ങളും ഭാഷ ചെയ്യുന്നുണ്ട്. വികാരങ്ങളെയും ആത്മനിഷ്ഠമായ അനുഭവങ്ങളെയും പ്രകടിപ്പിക്കാൻ വ്യക്തികളെ അനുവദിക്കുന്ന ആവിഷ്കാര ഭാഷയുടെ തലം ശരിയായി തിരിച്ചറിയുകയും വേർതിരിക്കുകയും അങ്ങനെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ കൃത്യമായ യുക്തി വിശകലനത്തിനൊരു തടസ്സമാകും. വൈകാരിക ഭാഷയും വൈകാരിക അഭ്യർത്ഥനകളും വാദങ്ങളുടെ യുക്തിസഹമായ ഘടനയെ മറയ്ക്കുകയും അപ്രസക്തമായ ആശയങ്ങളോ നിഗമനങ്ങളോ അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് അബദ്ധമായ യുക്തിചിന്തനത്തിലേക്ക് നയിക്കും. അതുപോലെ നിശ്ചിത പ്രവർത്തനങ്ങൾ ചെയ്യാൻ ആജ്ഞാപിക്കുകയോ അഭ്യർത്ഥിക്കുകയോ നിർദ്ദേശിക്കുകയോ ചെയ്യുന്ന ഭാഷയുടെ ഉപയോഗം, അതായത് നിർദ്ദേശക പ്രവർത്തനം, കൃത്യമായ യുക്തിചിന്തനത്തിന് നമ്മെ നേരിട്ട് സഹായിക്കുന്നില്ല. യുക്തിസഹമായ വാദങ്ങൾ അവതരിപ്പിക്കുന്നതിനോ ആശയവിനിമയം നടത്തുന്നതിനോ നിർദ്ദേശങ്ങൾ ഒരു പങ്ക് വഹിക്കുമെങ്കിലും അവ ശരിയോ തെറ്റോ എന്ന് പറയാവുന്ന അവസ്ഥ നൽകുന്നില്ല. മാത്രവുമല്ല, അവയെ ആധാരവാക്യങ്ങളോ നിഗമനങ്ങളോ ആയിട്ട് വിലയിരുത്താനും കഴിയില്ല. മറുവശത്ത് അഭിവാദ്യങ്ങൾ, ഔപചാരികതകൾ, പ്രകടനപരതകൾ എന്നിവ ഉൾപ്പെടുന്ന ഭാഷയുടെ ആചാരപരവും പ്രകടനപരവുമായ ഉപയോഗങ്ങൾ യുക്തിചിന്തനത്തിൽ കാര്യമായൊരു പങ്കും വഹിക്കുന്നില്ല. ഇത്തരം ഭാഷാ ഉപയോഗങ്ങൾ സാമൂഹികവും സാംസ്കാരികവുമായ ഉദ്ദേശങ്ങൾ നിറവേറ്റുന്നുണ്ട്. പക്ഷേ വാദങ്ങളുടെ സാധുതയെയോ കൃത്യതയെയോ അത് നേരിട്ട് ബാധിക്കുന്നില്ല. ഇപ്പോൾ ലോജിക്കൽ അല്ലെങ്കിൽ തർക്കശാസ്ത്രത്തിൻ്റെ പ്രാഥമിക മേഖലയായ ഇൻഫോർമാറ്റീവ് മേഖലയെ അപ്രസക്തമോ തെറ്റിദ്ധരിപ്പിക്കുന്നതോ ആയ മറ്റ് മേഖലകളിൽ നിന്നും ഫലപ്രദമായി വേർതിരിക്കുന്നത് ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങളും മേഖലകളും തലങ്ങളും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയുക എന്നത് അത്യന്താപേക്ഷിതമാണ്. ആ വ്യത്യാസത്തെ തിരിച്ചറിയുന്നതിൽ പരാജയപ്പെട്ടാൽ അത് തെറ്റായ വാദങ്ങൾക്കോ അസാധുവായ നിഗമനങ്ങൾക്കോ കാരണമാകും. ഭാഷയുടെ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ തിരിച്ചറിയുന്നതിനു പുറമെ വൈകാരികമായി നിഷ്പക്ഷമായ അല്ലെങ്കിൽ ഭാഷയുടെ ഉപയോഗത്തിൽ നിന്ന് യുക്തിചിന്തനത്തിന് മറ്റ് പ്രയോജനങ്ങളുമുണ്ട്. വൈകാരിക അഭ്യർത്ഥനകൾ, പ്രേരിത ഭാഷ, വൈകാരിക ആവിഷ്കാരങ്ങൾ എന്നിവ വാദങ്ങളുടെ യുക്തിസഹമായ വിശകലനത്തിലേക്ക് പക്ഷപാതം, വിധേയത്വം, അപ്രസക്തമായ പരിഗണനകൾ തുടങ്ങിയവയെ അവതരിപ്പിക്കുന്നു. വൈകാരികമായി നിഷ്പക്ഷമായ ഭാഷ ഉപയോഗിക്കുന്നതിലൂടെ യുക്തിചിന്തനത്തിന് ആത്മനിഷ്ഠപരമായ വികാരങ്ങളുടെ സ്വാധീനമില്ലാതെ തന്നെ മുന്നോട്ട് പോകാനും കഴിയും. ഇത് വാദങ്ങളുടെ വ്യക്തവും നിഷ്പക്ഷവുമായ പരിശോധനയ്ക്ക് സഹായിക്കും. കൂടാതെ അവ്യക്തതകൾ ഇല്ലാതാക്കുന്നതിലും യുക്തിസഹമായ ന്യായവാദം സുഗമമാക്കുന്നതിലും നിർവചനങ്ങൾ നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ശരിയായ യുക്തിചിന്തനത്തിന് ഭാഷ ഒഴിച്ചുകൂടാനാവാത്തൊരു ഉപകരണമാണ്. അതിൻ്റെ വിവിധങ്ങളായ പ്രവർത്തനങ്ങൾക്ക് ഫലപ്രദമായ വിശകലനത്തെ വിലയിരുത്തുന്നതിനും ഭാഷയുടെ ഇൻഫോർമാറ്റീവ് തലം അത്യന്താപേക്ഷിതമാണെങ്കിലും ആവിഷ്കാര നിർദ്ദേശക തലങ്ങളും പ്രവർത്തനങ്ങളും ശരിയായി തിരിച്ചറിയുകയും അതേപോലെ തന്നെ വേർതിരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ തെറ്റിദ്ധാരണകളോ അബദ്ധങ്ങളോ ഉണ്ടാവുകയും കൃത്യമായ യുക്തിചിന്തനത്തെ തടസ്സപ്പെടുത്തുകയും ചെയ്യും. ഇത്രയാണ് ഇതിൽ വരുന്നത്. ഇനിയൊരു യൂണിറ്റ് കൂടിയുണ്ട് കേട്ടോ. 4 യൂണിറ്റ് ഉണ്ട്. ഞാൻ നല്ലൊരു യൂണിറ്റിൻ്റെ ഓർമ്മയിൽ 3 യൂണിറ്റ് എന്നായിരുന്നു. സെക്കൻഡ് ബ്ലോക്കിൽ 2 ബ്ലോക്കുകളേ ഉള്ളൂ. ഒന്നിൽ 2 യൂണിറ്റേ ഉള്ളൂ. രണ്ടാമത്തെ ബ്ലോക്കിൽ 4 യൂണിറ്റുകളുണ്ട്. ഓക്കെ, താങ്ക്സ്.